നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു വളർത്തുന്ന പിതാവായ ദൈവത്തിന് യേശുനാമത്തിൽ മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ദൈവം ഭൂമിയിൽ വന്നത് നമ്മെ വിശുദ്ധീകരിച്ച് ദൈവ മക്കളാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ്. ദൈവം ആരാണെന്ന് പഠിപ്പിക്കുന്നതിനും എങ്ങനെ ദൈവമക്കളായി ഭൂമിയിൽ ജീവിക്കാമെന്നും എങ്ങനെ രൂപാന്തരപ്പെടാമെന്നും എങ്ങനെ പാപങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധരായി മരിച്ച് മരണാനന്തരം സ്വർഗത്തിൽ എത്താമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു ആ കർത്താവായ യേശു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം തിരുവചനത്തിലൂടെ പറയുകയാണ്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മരണാനന്തരം ഒരു വ്യക്തി സ്വർഗരാജ്യത്തിന് അവകാശിയാവുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവിടെ ഭാര്യാഭർത്തൃ ബന്ധമില്ല, മാതാപിതാക്കളും മക്കളും എന്ന ബന്ധം അവിടെയില്ല, സഹോദരി സഹോദരങ്ങൾ എന്ന മക്കൾ അവിടെയും ബന്ധം അവിടെയില്ല. അവിടെ ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, പിതാവായ ദൈവവും തൻ്റെ മക്കളും. സഹോദരങ്ങളെ, ഈ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ദൈവദൂതന്മാരെ പോലെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വന്ന രക്ഷകനായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.